4 ബലാത്സംഗവും 3 സ്റ്റണ്ടുള്ള ചെറുകഥ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അതിനെന്താ കുഴപ്പം? ഇനി മുതൽ നീ വായിക്കരുത്. കാരണം ഒരു ദിവസം വായിച്ചപ്പോൾ തന്നെ നീ കവിത എഴുതി. അപ്പോൾ നീ 2-3 ദിവസം ആയാലും നീ വല്ല ഷേക്സ്പിയറെ പോലെ കായിപ്പോവും. എൻ്റെ പുലയാർ മണിയമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്നോട് നല്ലതാണെന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നല്ലതാണെങ്കിൽ എവിടെ? എനിക്ക് പ്രൈസ് എവിടെ? എന്ത് മോശം പാട്ടാണ്, വൃത്തികെട്ട പാട്ടാണ്. നിനക്ക് പാടാൻ അറിഞ്ഞൂടാ, നീ പാടണ്ട. ലളിതഗാന മത്സരത്തിൽ ഒരു പിശകുണ്ട്. 1ാം സമ്മാനം കിട്ടിയത് സലീം കുമാർ. അപ്പം ഞാൻ തിരിച്ചോടി. അങ്ങനെ വീണ്ടും ഞാൻ ഗോവിന്ദനായി. ഒരു സിനിമാ നടൻ സലീം കുമാറിനെ നിങ്ങൾക്ക് കുറേ ആളുകൾക്കെങ്കിലും അറിയാം. ഒരുപക്ഷെ ഒരു TV അവതാരകനായ സലീം കുമാറിനെയും നിങ്ങൾക്കറിയാം. ഒരു മിമിക്രി കലാകാരനെന്ന സലീം കുമാറിനെയും ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാം. അതിലുപരിയായി ഒരു അവഗണിക്കപ്പെട്ട ഒരു ഗായകനായും തിരസ്കരിക്കപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പിന്നീട് രംഗവേദി കാണാതെ പോയ ഒരു നടൻ്റെയും കുപ്പായം എനിക്ക് അണിയേണ്ടി വന്നിട്ടുണ്ട്. ആ കഥകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഒരാൾ കലാകാരനാകുന്നത് 4 പേരിൽ അറിയുന്ന ഒരാൾ ഞാനാകണം എന്ന അതിയായ മോഹം ഉള്ളിൽ ഉദിക്കുമ്പോഴാണ്. എൻ്റെ ആ ആഗ്രഹം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായി. ഇത് ഞാൻ വഴികൾ ആലോചിച്ച് തുടങ്ങും. കായികപരമായിട്ട് ഓട്ടം, ചാട്ടം, ഇതിനൊക്കെ പേര് കൊടുത്തെങ്കിലും പരാജയമായിരുന്നു ഫലം. ഞങ്ങളുടെ നാട്ടിൽ ചിറ്റാറ്റുകര LPSൽ ആ പ്രദേശത്തുള്ള കുട്ടികളുടെ കലാപരിപാടികളുടെ മത്സരം നടന്നു. ഞാനും പാട്ടിന് പേര് കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആദ്യമായിട്ട് പാടാൻ പോവുക. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കൃഷ്ണകുമാർ എന്നൊരു സുഹൃത്തുണ്ട് എനിക്ക്, 3ാം ക്ലാസ് പഠിക്കുന്ന. അപ്പോൾ കൃഷ്ണകുമാർ നന്നായിട്ട് പാടും. ആ കൃഷ്ണകുമാർ പേര് കൊടുത്തിട്ടില്ല, അതും ഒരു സത്യമാണ്. പക്ഷെ പാട്ട് പാടാത്ത ഞാൻ പേര് കൊടുത്തു, അതാണ് ഏറെ വിചിത്രം. അങ്ങനെ കൃഷ്ണകുമാറിനെ കൊണ്ട് ഞാനൊരു പാട്ട് എഴുതി വാങ്ങിപ്പിച്ചു. ആ പാട്ടായിരുന്നു പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. അങ്ങനെ കൃഷ്ണകുമാർ എഴുതിത്തന്ന ആ പാട്ട് 2 ദിവസം കൊണ്ട് ഞാൻ ബൈഹാർട്ടാക്കി. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു, ഞാൻ പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം ഒരു ഗായകനൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ സ്റ്റേജ് കയറി പാടാൻ പോകുന്നത്. അങ്ങനെ അന്ന് രാവിലെ അമ്മ എന്നെ കുളിപ്പിച്ചു. അപ്പോൾ സ്നോ എന്ന് പറഞ്ഞ സംഭവം, സ്നോ ഈ സ്നോ ഒരു നുള്ളിട്ട് മുഖത്തമ്മ ഇട്ടൊക്കെ തന്ന്, അത് ചേട്ടൻ്റെ സാധനമാണ്, ചേട്ടൻ അറിഞ്ഞാൽ തല്ലി ഓടിക്കും. അങ്ങനെ പൗഡറൊക്കെ ഇട്ട്, ഈ പൗഡർ ഇടുക എന്ന് വെച്ചാൽ അത് സ്വല്പം കോസ്റ്റ്ലിയായ കാര്യമാണ്. സ്കൂളിൽ പോകുമ്പോൾ പൗഡർ ഇട്ടില്ല, കല്യാണത്തിന് പോകുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് പോകുന്ന സ്ഥലത്ത് മാത്രം ഇടാനുള്ളൊരു സംഭവമാണ് പൗഡറൊക്കെ ഇട്ടൊന്ന് കുളിപ്പിച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പ്രൈസ് വാങ്ങിച്ചിട്ട് വരണം. എല്ലാവരും വന്നവരും പോണവരൊക്കെ പറയണതാണ്, പ്രൈസ് വാങ്ങിച്ചിട്ട് വരണം. അതോടുകൂടി ഞാൻ ടെൻഷനിലായി. ചിറ്റാരി LPSൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇടയിൽ അടുത്ത പേര് വിളിച്ച്, നമ്പർ എത്രയോ വിളിച്ചിട്ട് സലീം കുമാർ എന്ന പേര് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ആന്തലായിരുന്നു. കാരണം നിറയെ കുട്ടികളും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ, നാട്ടുകാർ, ഇവരുടെ മുന്നിൽ നിന്ന് എൻ്റെ മുട്ടുകാലുകൾ വിറക്കാൻ തുടങ്ങി. അങ്ങനെ മുട്ടുകാലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നൊരു അവസ്ഥ വന്ന് ആ താളത്തിൽ ഞാൻ പുലയനാർ മണിയമ്മ പാടി സംഭവം ഒരു വിധത്തിൽ പാട്ട് തീർത്തു.
പുറത്തിറങ്ങി എല്ലാവരും ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു? ഉഗ്രനായിരുന്നു എല്ലാവരും പറഞ്ഞു. ആ കൊച്ചു മനസ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ വിശ്വാസം. അതോടുകൂടി ഞാൻ പതുക്കെ സ്വപ്ന ലോകങ്ങൾ കെട്ടാൻ തുടങ്ങി. കാരണം എനിക്ക് പ്രൈസ് ഉണ്ടാവും, എന്തെങ്കിലും പ്രൈസ് ഉണ്ടാവും എനിക്ക്. അങ്ങനെ വൈകുന്നേരം പ്രൈസ് പ്രഖ്യാപിച്ചു. എനിക്കൊന്നുമില്ല. എനിക്ക് വല്ലാത്ത വിഷമമായി. വീട്ടിലേക്ക് ചെല്ലാനായിട്ട് വല്ലാത്തൊരു നാണക്കേട്. ഞാനിരുന്ന് ഏകദേശം ഒരു സന്ധ്യ സമയമായപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ സുനി വന്ന് പറഞ്ഞ്, എടാ നിൻ്റെ അമ്മയൊക്കെ അവിടെ അന്വേഷിക്കുന്നുണ്ട്, നിന്നെ കാണണമെന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പോയില്ല. കുറച്ച് ദിവസം സുനി എന്ന് വീട്ടിൽ പറഞ്ഞ് അവൻ പ്രൈസൊന്നും കിട്ടാത്ത വിഷമത്തിൽ അവിടെ ഇരിക്കുകയാണ്. എൻ്റെ അച്ഛൻ വന്നു, അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. അത് കുഴപ്പമില്ല, മത്സരിച്ചാൽ മതി, പ്രൈസൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം. അങ്ങനെ ആ ഗായകൻ എന്നിൽ അവിടെ ഒതുങ്ങിയില്ല. പിന്നീട് എവിടെ ലളിതഗാന മത്സരമുണ്ടോ അവിടെയൊക്കെ ഞാൻ പേര് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ഈ പുലയാർ മണിയമ്മയായിട്ട് ഞാൻ പാടാൻ തുടങ്ങി. ആരും എന്നോട് മോശമാണെന്നിട്ട് പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പ്രൈസ് കിട്ടാത്തത്? അതാണ് എൻ്റെ ദുഃഖം. ഒരു ദിവസം ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് കെടാമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഓണാഘോഷത്തിന് ലളിതഗാന മത്സരം. ഞാൻ അകലെ പോകുന്നത് അവിടെയാണ് ആദ്യമായിട്ട്. അവിടേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 2 രൂപ വേണം പാട്ട് മത്സരത്തിൻ്റെ പേര് കൊടുക്കാനാണ്. അമ്മയുടെ അടുത്ത് 2 രൂപ വാങ്ങിച്ചു. അന്നൊരു ഓണ ദിവസമാണ്. ഓണത്തിന് രാവിലെ ചായ കുടിച്ച് വീട്ടിൽ നിന്ന്. ഈ ഓണം പൊതുവെ എനിക്കൊരു തളർച്ചയാണ് അനുഭവപ്പെടാറുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ 3 നേരവും അരിയാഹാരമാണ്. അരിയാഹാരം രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്. അച്ഛൻ അതേ കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മക്കളെയും അത് തന്നെ ശീലിപ്പിച്ചു. അപ്പോൾ ഓണമായിട്ടും വിഷുവായിട്ടെങ്കിലും മക്കൾക്കൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് പുട്ടോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കണ ഓണത്തിനാണ്. അപ്പോൾ കഴിക്കാത്ത ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു തളർച്ച ആർക്കായാലും. അങ്ങനെ ഈ പുട്ടും കറിയും കഴിച്ച് പപ്പടമൊക്കെ കൂട്ടി കഴിച്ച് ഞാൻ നേരെ കെടാമംഗലത്തേക്ക് പോയി. ഇവിടെ നിന്ന് നടന്നു പോകണം ഏകദേശം 4 കിലോമീറ്റർ. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഉച്ചയ്ക്ക് ശേഷം ആണ് മത്സരങ്ങളുള്ളത്, കലാമത്സരങ്ങൾ. അതിനു മുമ്പ് കായിക മത്സരം. അങ്ങനെ കായിക മത്സരങ്ങളൊക്കെ അവിടെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അവിടെ നിന്നു. എല്ലാവരും ഉച്ചയ്ക്ക് ചോറിനാൻ പോയി. ഞാൻ പോയില്ല. ഞാൻ പോന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിനാൻ പോന്നു കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവിടെ മത്സരം ആരംഭിച്ചു കാണും. അങ്ങനെ ഞാൻ പോരാണ്ട് അവിടെ പൈപ്പിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അപ്പോൾ പോയ ആളുകൾ, ഭാരവാഹികളൊക്കെ ഉച്ച ഊണ് കഴിഞ്ഞ് ഒരു 3-3:30 മടങ്ങിയെത്തി കലാപരിപാടികൾ ആരംഭിച്ചു. ആദ്യം കവിതാപാരായണം, അത് കഴിഞ്ഞിട്ടാണ് ലളിതഗാനം. ഞാൻ പുലയനാർ മണിയമ്മ പാടി. അങ്ങനെ മത്സരം കഴിഞ്ഞ് ഞാൻ പ്രൈസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഫാൻസി ഡ്രസ്സ്, ടാബ്ലോ, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്. പിന്നെ സാംസ്കാരിക സമ്മേളനം. ഇത്രയും കഴിഞ്ഞിട്ട് വേണം കലാപരിപാടിയുടെ സമ്മാനം വിതരണം ചെയ്യാനായിട്ട്. അങ്ങനെ ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു. അപ്പോൾ അന്നാട്ടിലുള്ള സുകുമാർ അഴീക്കോടുമാർ, പ്രാസനേര് ഒരേ ഒരു അവസരമാണ് നാട്ടിൽ തൻ്റെ പാണ്ഡിത്യം വിളമ്പാനുള്ള. അവരത് സമയമെടുത്ത് പ്രസംഗിച്ച് ഏകദേശം 9-10 മണിയോളം ആവാറായി. ഞാൻ രാവിലെ 2 വർഷം പൂട്ടൊരു കടലയും ചായയും കഴിച്ചിട്ട് വന്നതാണ്. 10 മണി വരെ ഇതൊക്കെ കഴിഞ്ഞ് നിന്ന് മത്സരത്തിൻ്റെ ഫലങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു. എനിക്ക് ഒന്നുമില്ല. വളരെ വിഷമത്തോടെ ഇനിയൊരു പാടവരമ്പത്തൂടെ കിലോമീറ്ററോളം നടക്കണം. അവിടെ നിന്ന് രാത്രി 10 മണിക്ക് ഞാൻ മെല്ലെ നടന്നു. ഏകദേശം ആ പാടവരമ്പത്തൂടി ഒരു 1.5 കിലോമീറ്റർ ഞാൻ നടന്നു വേണം. അപ്പോൾ അകലെ മൈക്കിൽ കൂടി എനിക്ക് കേൾക്കാം, ലളിതഗാന മത്സരത്തിൽ ഒരു പിശകുണ്ട്. 1ാം സമ്മാനം കിട്ടിയത് സലീം കുമാർ
അപ്പോൾ എവിടെയോ ഞാനൊരു സലിംകുമാർ കേട്ടു. അപ്പോൾ ഞാൻ തിരിച്ചോടി. കാരണം വ്യക്തമല്ല ഇത് കേൾക്കുക, കാരണം അകലെയാണ്, പാളവരമ്പത്തിൻ്റെ ഒരു ചെറിയ ഇത് എക്കോയിലാണ് ഞാൻ കേൾക്കുന്നത്. തിരിച്ചോടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ അവിടുത്തെ ആളുകളുടെ ഏകാംഗ നാടകത്തിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ചേട്ടാ ഈ ലളിതഗാന മത്സരത്തിൻ്റെ ബലത്തിലൊരു വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ, പെശകുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണത്? ഞാനാണ് സലീംകുമാർ. അതൊന്നുമില്ല, 2ാം സ്ഥാനം കിട്ടിയ ബഷീറിന് 1ാം സ്ഥാനമായി. അത് മാർക്ക് കൂട്ടിയിട്ടപ്പോൾ തെറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഗോവിന്ദനായി അവിടെ തിരിച്ചു വന്നു. എന്നാൽ എനിക്ക് സങ്കടമില്ല. ഈ OU ബഷീർ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടും ഗാനമേളയിലൊക്കെ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഇന്ന് OU ബഷീർ എന്നുള്ളത്. എന്നിട്ട് ഞാൻ എൻ്റെ പുലയാർ മണിയമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്നോട് നല്ലതാണെന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നല്ലതാണെങ്കിൽ എവിടെ, എനിക്ക് പ്രൈസ് എവിടെ? അങ്ങനെ പ്രൈസ് കിട്ടുന്നവരെ ഞാൻ നടന്നുകൊണ്ടിരിക്കണം ഇങ്ങനെ. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ വെള്ളിയാഴ്ച അവസാനത്തെ പീരീഡ് കുട്ടികളുടെ കലാകഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. ക്ലാസ് ടീച്ചർ വന്ന് പാട്ട് പാടാം, മിമിക്രി കാണിക്കാം, മോണാക്ട് കാണിക്കാം, ഇഷ്ടമുള്ള കലാപരിപാടി നടത്താം. അങ്ങനത്തെ ഒരു പീരീഡായിരുന്നു എല്ലാ വെള്ളിയാഴ്ച അവസാനത്തെ പീരീഡ്. എല്ലാ വെള്ളിയാഴ്ചയും മുത്താപ്പ പള്ളി പോകുന്ന പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ ഒരു പാട്ടില്ലാത്ത വെള്ളിയാഴ്ചയില്ല. സ്കൂൾ ക്ലാസ്സിൽ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നു, കുട്ടികൾ പാടാൻ തുടങ്ങി. പാട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ വന്ന് പാടി. പാട്ട് പാടി ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ, എന്ത് മോശം പാട്ടടാ, വൃത്തികെട്ട പാട്ടാണ് കൊണ്ട്, നിനക്ക് പാടാൻ അറിഞ്ഞൂടാ, നീ പാടണ്ട എന്നൊക്കെ പറഞ്ഞു ടീച്ചർ എന്നെ അങ്ങോട്ട് നിർത്തി പൊരിക്കാൻ തുടങ്ങി. മോനെ എൻ്റെ ശബ്ദം കൊള്ളില്ല. എന്നിലെ ഗായകൻ, ഇത്രയും നാൾ നാട്ടുകാർ മുഴുവൻ അന്നം പൊന്നാരായിട്ട് കൊണ്ട് നടന്ന ആ ഗായകൻ ഒരു വെള്ളിയാഴ്ച ഒരു സ്കൂളിൽ വെച്ച് തകർന്നടിഞ്ഞ് ഇല്ലാതാവുകയാണ്. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു, നീ മിമിക്രിയെ കാണിക്കുമല്ല, ഇല്ലേ? അത് ഈ പിള്ളേരുടെ മുമ്പിൽ കാണിക്കണ നേരം കൊണ്ട് നിനക്കത് കയറി കാണിച്ചെന്താണ്? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ശരിയായിരുന്നു, ഞാൻ മിമിക്രി കാണിക്കുമായിരുന്നു. അത് ഞാൻ മത്സരത്തിന് പേരിനും കൊടുക്കില്ല, ഒന്നിനും കൊടുക്കില്ല. അപ്പോൾ അന്നല്പം സങ്കടം വന്നെങ്കിലും പിന്നെ എനിക്ക് തോന്നി ടീച്ചർ പറഞ്ഞതായിരുന്നു സത്യം, നാട്ടുകാരനെ പറ്റിക്കായിരുന്നു. കാരണം മോശം പാട്ടിനെ മോശമെന്ന് പറയാതെ ഞാൻ വിഷമിക്കല്ലോ എന്ന് കരുതി നന്നായിരുന്നു എന്ന് പറയുന്നത് ഒരു കലാകാരനെ കൊല്ലുന്നതിന് തുല്യമാണ്. എൻ്റെ ആത്മകഥാനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഞാനൊരു പുസ്തകം എഴുതി. ഈശ്വര വഴക്കില്ലല്ലോ. ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിയാണ്. ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. ഒന്ന്, എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചുപോയ എൻ്റെ അമ്മയ്ക്കാണ്. മറ്റൊന്ന്, എനിക്ക് വേണ്ടി ഇന്നും മരിച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിച്ചത്. ഞാനിത് പറയാൻ വേണ്ടിയല്ല ഇപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞത്. എന്തിനും ഒരാദ്യമുണ്ടാവും, എന്തിനൊരു തുടക്കമുണ്ടാവും. അങ്ങനൊരു തുടക്കത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ലളിതഗാനം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടീച്ചർ അവസാനിപ്പിച്ചു. പിന്നീട് എങ്ങനെയൊന്നും 4 പേരിൽ ഒരാളാകാം, അതായി ശ്രദ്ധ. എന്നിട്ടും ഞാൻ മിമിക്രി
എടുത്തിരുന്നില്ല എന്നതാണ് സത്യം. അത് വെറും നേരം പോക്കിന് പറയുന്ന ഒരു സംഭവം മാത്രമായിട്ടേ കണ്ടിരുന്നുള്ളൂ. അപ്പോഴാണ് ചെറുകഥാ മത്സരം സ്കൂളിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞ കഥാകൃത്തായിട്ട് അരക്കൈയൊന്ന് പയറ്റി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെറുകഥാ മത്സരത്തിന് ചേർന്നു. ഞങ്ങളുടെ ബയോളജി ലാബിലായിരുന്നു ചെറുകഥാ മത്സരം നടന്നത്. 2 മണിക്കൂർ കൊണ്ട് ഞാൻ അതിമനോഹരമായ ഒരു ചെറുകഥ എഴുതി പിൻ ചെയ്ത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി എൻ്റെ കന്നി സൃഷ്ടി ഞാൻ സാറിന് കൊണ്ട് കൊടുത്തു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്യൂൺ വന്നു. സലിംകുമാറിനോട് ടീച്ചേഴ്സ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സാധാരണ ടീച്ചേഴ്സ് റൂമിലേക്ക് വിദ്യാർത്ഥികളെ വിളിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഏറ്റവും മോശമായി പഠിക്കുന്ന ആളെ പിണങ്ങാൻ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആളെ അഭിനന്ദിക്കാൻ. ഞാനിതിൻ്റെ രണ്ടിനും പെട്ട ആളല്ല. നന്നായിട്ട് പഠിക്കുന്ന ആളല്ല, മോശമായിട്ട് പഠിക്കുന്ന ആളല്ല. ഇതിനിടയിൽ എവിടെയാണ് എൻ്റെ സ്ഥാനം? പിന്നെ എന്തിനായിരിക്കും എന്നെ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചേക്കുന്നത്? എന്തും പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ടീച്ചേഴ്സ് റൂമിലേക്ക് ചെന്നു. ഞങ്ങളുടെ മലയാള അധ്യാപകനായിരുന്ന ഗംഗാധരൻ മാസ്റ്റർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നെ നോക്കി, നീ അല്ലേ സലിംകുമാർ, വരാൻ പറഞ്ഞു. സാറിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ ഒരു കഥാമത്സരത്തിന് പേര് കൊടുത്തിരുന്നു? ഉവ്വ. എന്നിട്ട് കഥ എഴുതിയോ? ഉവ്വ. നിൻ്റെ കഥ ഇവിടെ ഞങ്ങൾ സാറന്മാർ വായിച്ചു. ഞങ്ങൾ ഒരുപാട് ചെറുകഥ വായിച്ചിട്ടുണ്ട്. 4 ബലാത്സംഗവും 3 സ്റ്റണ്ടുമുള്ള ചെറുകഥ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ, അതിനെന്താ കുഴപ്പം? കാരണം ഞാൻ അന്ന് കാണുന്ന ആ സിനിമകളിലൊക്കെ സ്റ്റണ്ടും ബലാത്സംഗം ഉണ്ടാവും. അത് ഫാമിലി പടങ്ങളാണെങ്കിൽ പോലും അതിൽ സ്റ്റണ്ടും ബലാത്സംഗം ഉണ്ട്. അപ്പോൾ എൻ്റെ സിനിമയിൽ സ്റ്റണ്ടും ബലാത്സംഗം കൂടിയാൽ എന്നെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? ഇതിന് കാരണമുണ്ട്. പിൽക്കാലത്ത് ഇത് സത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അനീഫ് പറഞ്ഞാണ് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ. അനീഫ് പറഞ്ഞാൽ അത് ആ കാലത്തൊരു ഫാഷനായിരുന്നു. ഇത് റേപ്പ് ഇല്ലാത്ത സിനിമകളുണ്ടായിരുന്നില്ല. നായികമാരെ റേപ്പ് ചെയ്തിരിക്കും. KP ഉമ്മറും ബാലക്കൻ നായരും TG രവിയൊക്കെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളായിരുന്നു. അപ്പോൾ ഇവരുടെ പടത്തിൽ 2 റേപ്പുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്തായെങ്കിലും ആവും എന്ന ഉറപ്പിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ ഓഫീസിൽ പോയിരിക്കുക. അങ്ങനെ വന്ന പാടെ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ പടത്തിൽ എത്ര റേപ്പുണ്ട്? അപ്പോൾ ഇവർ വലിയ ആവേശത്ത് പറഞ്ഞു, 2 റേപ്പുണ്ട്. 2 റേപ്പോ? 5 റേപ്പുള്ള പാർട്ടി ഇരിക്കുന്നു, അവരുടെ പടം എടുത്തിട്ടില്ല. പിന്നെയാണ് നിങ്ങളുടെ പടം എനിക്ക്. കാരണം അപ്പം റേപ്പിനൊക്കെ അത്രയും മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ചെറുകഥയിൽ 3 റേപ്പും 2 സ്റ്റണ്ടൊക്കെ ചെയ്തത്. അങ്ങനെ സാറിനോട് പറഞ്ഞു, എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയാണ്. സിനിമ കണ്ടിട്ടല്ല കഥ എഴുതേണ്ടത്. പിന്നെ എങ്ങനെയാണ് സാർ? എനിക്കറിയണം, എനിക്ക് പിന്മാറാൻ തയ്യാറില്ല. എങ്ങനെയാണ് സാർ? സാറിന് പുസ്തകങ്ങൾ വായിക്കണം. അതെവിടെ കിട്ടുമോ പുസ്തകങ്ങൾ വായിക്കാനായിട്ട്? ലൈബ്രറി കിട്ടും, നമ്മുടെ ലൈബ്രറിയിലുണ്ട്. പറവൂർ ബോയ്സ് ഹൈ സ്കൂളിൻ്റെ ലൈബ്രറി അതിവിശാലമായിരുന്നു. നീ ഒരു പുസ്തകം എടുത്തിട്ട് വായിച്ചു തുടങ്ങും, എന്നിട്ടൊക്കെ എഴുതിയാൽ മതി. കഥയും കവിതയൊക്കെ ചെല്ലി. അങ്ങനെ സാറിൻ്റെ വാക്ക് കേട്ട് പറവൂർ ബോയ്സ് ഹൈ സ്കൂളിൻ്റെ ലൈബ്രറി ചെന്ന് ഏറ്റവും കട്ടി കുറഞ്ഞൊരു പുസ്തകം നോക്കി ഞാൻ എടുത്തു. മഞ്ഞ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിന് താഴത്ത് MT എന്നോ മറ്റോ എഴുതിയിരുന്നു. എനിക്കറിയില്ല MT ആരാണ്, മഞ്ഞെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ എടുത്ത് വായിച്ചപ്പോൾ നല്ല കവിത പോലെ തോന്നി. ഞാൻ അന്ന് തന്നെ രാത്രി ആ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കവിത എഴുതാൻ തുടങ്ങി. ഒരു കവിത എഴുതി ഫുൾ തീർത്തു. ഒരു പുസ്തകം 2-3 പേജുകൾ വായിച്ചപ്പോഴേക്കും ഏകദേശം ഒരു കവിതയായി. കഥയാക്കാൻ എനിക്ക് പറ്റിയില്ല.
അപ്പോൾ എനിക്ക് ഡൗട്ട്, ഇത് പുസ്തകം കോപ്പി അടിച്ചാണെന്ന് തോന്നുമോ? കാരണം പുസ്തകത്തിലുള്ള അതേ വാചകങ്ങൾ ഇടയ്ക്ക് ഓരോ പേജിൽ നിന്നും ഓരോ വാചകങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഓരോ കവിത കേൾക്കുന്നത്. ആ കവിതകൾ ഏകദേശ വരികൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ചെവിയിട് തൻ ശബ്ദം മുഖരികിതമാകുന്നു കുമയോൻ കുന്നിൻ്റെ മകളിൽ. ഇതൊക്കെ മഞ്ഞിൽ എഴുതി വെച്ച ഡയലോഗുകളാണ്. ഈ ഡയലോഗുകളെ കവിതയാക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം ടീച്ചേഴ്സ് റൂമിൽ ചെന്നു. അങ്ങനെ ഗംഗാരം മാഷ്ടയുടെ കയ്യിലേക്ക് എൻ്റെ കടലാസ് കൊടുത്തു. ഒരു കത്തി നീട്ടി അതിന് നേരെ നിൽക്കുന്ന ആളിനെ പോലെ എന്നോട് ചോദിച്ചു, എന്താ ഇത്? സാറിന് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞാൻ ഇന്നലെ രാത്രി എഴുതിയതാണ്. സാറ് വായിച്ചു. നീ മഞ്ഞ് നോവലാണല്ലേ വായിച്ചത്? അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? അതെ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, ഇനി മുതൽ നീ വായിക്കരുത്. കാരണം ഒരു ദിവസം വായിച്ചപ്പോൾ തന്നെ നീ കവിത എഴുതി. അപ്പോൾ നീ 2-3 ദിവസം ആയാലും നീ വല്ല ഷേക്സ്പിയറെ പോലെ കായിപ്പോവും കേട്ടോ. ഇന്നുകൊണ്ട് നീ വായിക്കണ്ട, ചെല്ലി ക്ലാസ്സിൽ പോയി പഠിക്കാനുള്ള പഠിക്കും. അങ്ങനെ എന്നെ അധ്യാപകൻ നിരുത്സാഹപ്പെടുത്തി വിട്ടു. എന്നിട്ട് ഞാൻ നിർത്തിയില്ല. ഞാൻ വീണ്ടും കഥ എഴുതി ഒരു മികച്ച, അങ്ങനെ ഞാൻ വീണ്ടും കഥ എഴുതി ഏറ്റവും അവസാനം ഒരു മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് വരെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളെ അരക്കെ നിരുത്സാഹപ്പെടുത്തിയാലും ശരി, നമ്മൾ പിന്മാറരുത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മൾ മാത്രമുള്ളൂ. അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.